എൻ്റെ മരുമകൻ കുടുംബത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല, അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതുപോലെ തന്നെ സമാനമായ വേറൊരു വിഷയം വന്നിട്ടുള്ളത്, മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഒക്കെ മുഴുകി അതിൽ മാത്രം ശ്രദ്ധ, കുടുംബങ്ങളുടെ കൂടെ ഒരു കുട്ടികളൊരു വിരുന്നിന് കൊണ്ടുപോകാനോ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനോ ഒരു പാർക്കിൽ കൊണ്ടുപോകാനോ പോലും സമയം കിട്ടാത്ത ആൾ. അതൊക്കെ നിർവഹിക്കേണ്ടി വരുന്നത് ഭാര്യയുടെ മാതാപിതാക്കളാണ്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലേ ചോദിച്ച്? പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ തെറ്റാനോ പിണങ്ങാനോ കച്ചറക്കൊന്നും പോകാം. മരുമകനോട് നല്ല നിലയ്ക്ക് പറയാം, കുട്ടി ചിലവൊക്കെ ഞങ്ങളല്ലേ വഹിക്കണത്, എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓട് ഇവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ തന്നെ അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് പോയി, പിന്നെ അവിടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഇവിടുന്ന് ചിലവ് കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അവിടെ തൽക്കാലം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നീ വാ, എന്നിട്ട് അവളെ കൊണ്ടുപോയി നോക്കുക. എനിക്ക് നോക്കാനൊരു കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി നോക്കിക്കൊറന്നാൽ മതി, ഒരു പ്രശ്നമല്ല. അവൻ എന്ത് ചെയ്യും? ഒരു പെൺകുട്ടി ഇന്നൊരു അനുഭവം പറഞ്ഞു. അപ്പോൾ അവളെ ഭർത്താവ് കല്യാണം കഴിഞ്ഞു. അവൻ ഒരു വിചാരമില്ല, ഒരു പെണ്ണെട്ടി എന്നുള്ള ഒരു വിചാരമില്ല, ഒരു കുട്ടിയായി, അപ്പോഴും ചിന്തല്ല. അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്കും എൻ്റെ കുട്ടിക്കും ചിലവ് കൊടുക്കാൻ കഴിയുന്ന ഒരു ജോലിയും ചുറ്റുപാടും ആകുമ്പോൾ നിങ്ങൾ വരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് ജീവിക്കാം എന്നൊരു വാക്കാണ്ട് പറഞ്ഞു. അതിന് സാക്ഷികളായ ആളുകൾ പറയണം അതൊരു മാറ്റമായിരുന്നു. അവനിപ്പം ഗൾഫിലാണ്, അവൻ ഉടനെ ഗൾഫിലേക്ക് കയറി വളരെ കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു വീടുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. അതെന്തറിയോ, അത് നമ്മൾ അങ്ങനെ പറയുമ്പോഴുള്ളൂ. ഇത് പെൺകുട്ടികളുടെ സമ്മതത്തോടെ പറയണം. ഇപ്പോൾ പെൺകുട്ടിക്ക് സമ്മതമില്ലാതെ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കിപ്പോൾ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ വെറുതെ ഇല്ല ബന്ധം ഒഴിവാക്കി, ഇപ്പോൾ അയാൾ വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതകാലം മുഴുവനും ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഇതിപ്പോൾ മാന്യമായ വർത്താനല്ലേ അല്ലേ? നമ്മുടെ മകളെ നമ്മൾ വേറൊരാളെ വീട്ടിൽ കൊടുത്തയക്കുമ്പോൾ അവൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാകണം. അതില്ലെങ്കിൽ എന്ത് വേണം? എന്നാണോ നിനക്ക് സംരക്ഷിക്കാൻ പറ്റുക അന്ന് കൊണ്ടുപോയിക്കോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് നോക്കിയാൽ മതിയല്ലോ, നീ നോക്കുകയാണെങ്കിലല്ലേ ഉള്ളൂ നിൻ്റെ ഒരു അധീനത്തിൽ കൊണ്ടുപോയി നോക്കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാണ്ടി വരും. അവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. എന്താ ഭാര്യ ഇപ്പോൾ വരാത്തത്? അതിന് അയാളൊരു മറുപടി പറയണം. നമ്മൾ പറയണ്ട, അയാൾ മറുപടി പറയണം. മനസ്സിലായി? ഒരു പെണ്ണും കുട്ടി ഉണ്ടായിട്ട് അവളെ കൊണ്ടുവരാൻ നീ എവിടെ ഇങ്ങനെ നടക്കണത്? ഇപ്പം എന്തറിയോ, ഒരു അഡ്രസ്സിൽ നല്ല ഉഷാറായിട്ട് കുട്ടികളൊക്കെ, അപ്പോൾ കുട്ടികളെ ഉഷാർ കാണുമ്പോൾ ഇതൊക്കെ ഇയാളെ ചിലവിലാണ് നടക്കുന്നത് എന്നാണ് സമൂഹം അറിയണത്. അത് അമ്മായിമ്മ കൊടുക്കുകയാണെങ്കിൽ അമ്മോശം കൊടുക്കുകയാണെന്നുള്ളതൊന്നും അവിടെ അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായാലേ ഒപ്പം ജീവിക്കൂ എന്നൊരു തീരുമാനത്തിലേക്ക് വരണം. അത് അവരുടെ ന്യായമായ അവകാശം. ആ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരം ചിലപ്പോൾ ചെയ്യേണ്ടി വരും.